വ്ളോഗ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നല്ല മഴയാണ് ഇപ്പൊ എല്ലായിടത്തും, ഇവിടെ അതുപോലെ നല്ല മഴയാണ് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് ശബ്ദങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ ഉണ്ടാവുമായിരിക്കും. അപ്പൊ അതൊന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും, സ്പ്ലിറ്റൻസിനെ പറ്റിയാണ് കേട്ടോ. നമ്മുടെ ഒരുപാട് പേരുടെ ഇഷ്യൂ ആണ് സ്പ്ലിറ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് അല്ലെ. അപ്പൊ സ്പ്ലിറ്റൻസ് എത്ര ടൈപ്പ് ഉണ്ട്, സ്പ്ലിറ്റൻസ് എങ്ങനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കാന്നൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് ശ്രുതി എന്നാണ്. നമ്മൾ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ചാനൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനാബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് സ്പ്ലിറ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഹെയറിന്റെ ടിപ്പിൽ വന്നിട്ട് നമുക്ക് കാണാം, നമുക്ക് രണ്ടാക്കി ഇങ്ങനെ പിളർന്നെടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ സ്പ്ലിറ്റൻസ് എന്ന് പറയാറ്. ഒത്തിരി പേരുടെ പ്രോബ്ലം ആണ് കേട്ടോ സ്പ്ലിറ്റൻസ് വരിക എന്നുള്ളത്. എനിക്കും ഒരു ടൈമിൽ ഞാൻ സ്കൂൾ അല്ലെങ്കിൽ ആ ഒരു കോളേജ് ടൈമിലൊക്കെ എനിക്കും നന്നായിട്ട് സ്പ്ലിറ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു സ്പ്ലിറ്റൻസ് നമ്മുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ അത് ഒരു ടൈപ്പാണ്, രണ്ടായിട്ട് കീറിയെടുക്കുക, അതാണ് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു കണ്ടീഷനാണ് സ്പ്ലിറ്റൻസ് എന്ന് പറയാം. പക്ഷെ ഈ സ്പ്ലിറ്റൻസ് 10-16 ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ ഒരു പുതിയ അറിവായിരിക്കും അല്ലെ. അതേ നമുക്ക് സ്പ്ലിറ്റൻസ് 10-16 ഐറ്റം ഉണ്ട് കേട്ടോ. പല വേരിയന്റിലാണ് അത് സ്പ്ലിറ്റ് ആയി വരുന്നത്, അല്ലെങ്കിൽ ചില നോട്ടായിട്ട് കിടക്കാറുണ്ട്. നമ്മുടെ ടിപ്പിന് താഴെ ചില ഹെയർ ഒക്കെ കാണാൻ കുറച്ചൊരു ചെമ്പിച്ച കളർ പോലെ ഉണ്ടാവും, ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ടായിരിക്കും. അത് അത്രത്തോളം ഡാമേജ് ആയിട്ടാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അതുപോലെ കുഞ്ഞ് വി ആയിട്ട് ഇതുപോലെ കുഞ്ഞ് വി ആയിട്ട് നമ്മളെ സ്പ്ലിറ്റൻസ് വരാറുണ്ട്. അതേപോലെ വലിയ ബിഗ് ആയിട്ടുള്ള വി ആയിട്ടും കാണാറുണ്ട് കേട്ടോ. ഇത് നമുക്കിങ്ങനെ കീറിയെടുക്കാൻ നമ്മളൊരു ഹോബി ആയിട്ട് ചിലർക്ക് ഉണ്ടായിരിക്കാം. ഞാൻ ആ ഒരു ഹോബിയിൽ പെട്ട ആളായിരുന്നു കേട്ടോ. ഹോബി എന്നില്ലെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ കൈ നമ്മുടെ ഹെയറിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വി ഷേപ്പിൽ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പിളർന്നെടുക്കും കേട്ടോ. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ഭയങ്കര വലിയൊരു മിസ്റ്റേക്ക് ആണ് കേട്ടോ. സ്പ്ലിറ്റൻസ് ഈ കാണുന്ന ഇത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പൊ സ്പ്ലിറ്റൻസ് പലർക്കും പല രീതിയിലാവും വരും. പക്ഷെ കോമൺ ആയിട്ട് അധികം പേർക്കും ഉണ്ടാവാറുള്ളത് അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈമൊക്കെ ഒരു കുഞ്ഞ് വി ഷേപ്പിൽ മാത്രമായി നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മാത്രമേ നമുക്കത് കാണുള്ളൂ കേട്ടോ. പക്ഷെ ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് കുറച്ചുകൂടെ വലിയ വി ഷേപ്പിൽ കുറച്ചുകൂടെ സ്പ്ലിറ്റ് ആയി കിടന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നമ്മുടെ ഓല പോലെയൊക്കെ ഇതുപോലെയൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ. 2-3 ടൈപ്പ് സ്പ്ലിറ്റ് വന്നിട്ട് ഒരു സ്ട്രാൻഡ്സിൽ തന്നെ അങ്ങനെ നമുക്ക് കാണാം കേട്ടോ. അപ്പൊ അതൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ടൈപ്പ് സ്പ്ലിറ്റൻസ് ആണ് കേട്ടോ. സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുവിധം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്ന കുറെ കാര്യങ്ങളെ കൊണ്ടും അതിന്റെ മിസ്റ്റേക്സ് കൊണ്ടൊക്കെ വരുന്നതാണ് മെയിൻ ആയിട്ടുള്ളത്. അതുപോലെ വന്നിട്ടുള്ളതാണ് നമ്മുടെ ഫുഡ് എന്ന് വന്നിട്ടുള്ളത്. നമ്മൾ ഫുഡ് പലതരം ന്യൂട്രീഷൻസ് അടങ്ങിയുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ടാവും. പക്ഷെ ആ ന്യൂട്രീഷൻസ് നമ്മളെ നെയിലിന്റെ ടിപ്പ് വരെ നമ്മളെ ഹെയർ ടിപ്പ് ഒക്കെ എത്തേണ്ടതാണ്. പക്ഷെ അങ്ങനെ നമ്മുടെ ഹെയറിന്റെ ടിപ്പിലേക്കൊന്നും ആ ഒരു ന്യൂട്രീഷൻസ് എത്താത്തത് കാരണം നമ്മുടെ ടിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് അവിടെ സ്പ്ലിറ്റൻസ് വരാൻ കാരണമാകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കുന്നില്ല, ന്യൂട്രീഷൻസ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് സ്പ്ലിറ്റൻസ് വരാൻ കാരണം. സോ നിങ്ങൾ അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സെക്കൻഡ് റീസൺ വന്നിട്ട് നമ്മൾ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ ഒരു ക്ലൈമറ്റിനനുസരിച്ച് കൂടെ നിൽക്കും. നമ്മൾ ഒരുപാട് തണുപ്പുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ അത്രത്തോളം തണുപ്പ് നമ്മുടെ ഹെയറിന് പറ്റാണ്ട് ഡ്രൈനെസ് ആയിട്ട് നമ്മുടെ സ്പ്ലിറ്റൻസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരം കണ്ടീഷനിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അത് മോയ്സ്ചർ ചെയ്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. പിന്നെ വന്നിട്ടുള്ളതാണ് എനിക്കൊക്കെ സ്പ്ലിറ്റൻസ് വരാൻ ഒരു കാരണം അതും കൂടെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഡെയിലി നമ്മൾ ബസ്സിൽ പോയിരുന്ന ആളായിരുന്നു. കോളേജ് ടൈം അല്ലെങ്കിൽ സ്കൂൾ ടൈം ഒക്കെ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നവരായിരുന്നു. കൂടാതെ ഹെയർ ഓപ്പൺ ഹെയർ ആയിട്ട് പോയിരുന്ന ഒരാളായിരുന്നു ഞാൻ. അതായത് നമ്മൾ പണ്ടത്തെ ഹെയർ സ്റ്റൈൽ ഉണ്ടല്ലോ, അഴിച്ചിട്ടിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രാൻഡ്സ് എടുത്തിട്ട് കെട്ടിയിട്ട് പോയിരുന്ന ആളാണ്. അപ്പൊ നമ്മുടെ ബാക്കിലായിരിക്കും ഹെയർ ഇങ്ങനെ ഫുൾ ആയിട്ടുണ്ടാവും. ഞാൻ ഫ്രണ്ടിലേക്ക് അങ്ങനെ ഇടുന്ന ഒരാളൊന്നും അല്ലായിരുന്നു. അപ്പൊ ബാക്കിലാവുന്ന ടൈമിൽ നമ്മൾ ഇങ്ങനെ ബസ്സിന്റെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഫുൾ ഡെയിലി നമ്മൾ റുട്ടീൻ പോലെ എന്നും നമ്മൾ ബസ്സിന്റെ സീറ്റിൽ നമ്മളെ ഹെയർ ഇങ്ങനെ ഒരതിപ്പോവും. അങ്ങനെ ഒരസിയിട്ട് നമുക്ക് നമ്മുടെ ഹെയറിന്റെ ടിപ്പില് സ്പ്ലിറ്റൻസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ആൾക്കാരാണെങ്കിൽ നന്നായിട്ട് വെയിൽ കൊണ്ടിട്ട് നമ്മളെ ഹെയർ ഡ്രൈ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്.
പിന്നെ വന്നിട്ടുള്ള റീസൺ ആണ്, നമ്മൾ ഒരുപാട് പേര് ചിലപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് കാര്യങ്ങളൊക്കെ ചെയ്തവരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഹെയർ സ്ട്രൈറ്റ്നേഴ്സും കാര്യങ്ങളും അതുപോലെ ഹീറ്റും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയുള്ളവർക്കും ഇത് പെട്ടെന്ന് തന്നെ സ്പ്ലിറ്റൻസ് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് ഹീറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന്റെ സ്ട്രാൻഡ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങളൊരു അങ്ങനെ സ്പ്ലിറ്റൻസ് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹീറ്റൊക്കെ കുറച്ച് കുറഞ്ഞ അളവിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ കണ്ടീഷൻ ചെയ്തു മോയ്സ്ചർ ചെയ്തൊക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നനഞ്ഞ അത്രത്തോളം നമ്മുടെ ഹെയറിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ അപ്പാടെ നമ്മൾ സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും നമുക്കൊരുമാതിരി കരിഞ്ഞ സ്മെല്ല് പോലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രത്തോളം നമ്മളെ ഹെയർ വെള്ളത്തോട് കൂടിയിട്ട് അങ്ങനെ അയൺ ചെയ്യുമ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ട്രീറ്റ്മെന്റ്സ് എടുത്തവരാണെങ്കിലും അതുപോലെ ഹെയർ കളറിങ് ചെയ്തവരൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെ ഹെയറിന്റെ ഒക്കെ ടിപ്പ് ഭാഗമൊക്കെ നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ഹെയർ കളറിങ് ചെയ്തവരുടെ ഹെയർ ആണെങ്കിൽ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് നമുക്ക് നന്നായിട്ട് സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. അവർ മസ്റ്റ് ആയിട്ട് ഹെയർ കണ്ടീഷൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ല മോയ്സ്ചർ ആയിട്ടുള്ള ഹെയർ പാക്കും കാര്യങ്ങളും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ ഒരുപാട് പേർക്കും ഈ ഒരു കാരണം കൊണ്ടും സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. എന്റെ ഒരു റീസണും ഞാൻ പറഞ്ഞ പോലെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ബസ്സിലെ യാത്രയും അതുപോലെ തന്നെ ഞാൻ കിടക്കുന്ന ടൈമിൽ ഓപ്പൺ ഹെയർ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് കെട്ടിവെച്ചിട്ട് ഇതുപോലെ ലോ ബണ്ണായിട്ട് അങ്ങ് കെട്ടിവെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ കിടന്നിട്ടുണ്ടായിരുന്നു ആ ടൈമൊക്കെ കേട്ടോ. ഞാൻ അങ്ങനെ പിന്നിടുക അല്ലെങ്കിൽ ഹൈ ബണ്ണായിട്ട് ഇവിടെ കെട്ടിവെക്കുക ആ ഒരു പരിപാടിയെ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ടൈമിലും നമ്മൾ ബെഡിൽ വന്നിട്ട് നമ്മൾ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമ്പോഴൊക്കെ നമ്മുടെ ബെഡ്ഷീറ്റിൽ ഇങ്ങനെ ഒരസി നമുക്ക് സ്പ്ലിറ്റൻസ് വരാനും നമ്മുടെ ഹെയർ നന്നായിട്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് നോർമലി നമുക്ക് സ്പ്ലിറ്റൻസ് വരാറ്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ സ്പ്ലിറ്റൻസ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ വരാണ്ട് ശ്രദ്ധിക്കാൻ നോക്കാം. വരാണ്ട് ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള ഈ കാരണങ്ങളൊക്കെ നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഫസ്റ്റ് വൺ, നിങ്ങൾ കിടക്കുന്ന നേരം മെയിൻ ആയിട്ട് നിങ്ങളുടെ ഹെയർ ഒന്നെങ്കിൽ നിങ്ങൾ പിന്നിടുക, അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈ ബൺ ആയിട്ട് കെട്ടിവെക്കുക എന്നുള്ളതാണ്. മുടി ഓപ്പൺ ആയിട്ട് ഒരിക്കലും കിടക്കാണ്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസമൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു എന്ന് കരുതിയൊരു സ്പ്ലിറ്റൻസ് വരുന്നല്ല, പക്ഷെ അത് കണ്ടിന്യൂ ആയിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ ഹെയർ ഡാമേജ് ആവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളുന്നവരാണ്, അങ്ങനെ അതുപോലെ ട്രീറ്റ്മെന്റ്സ് എടുത്ത ഹെയർ ആണ് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാനും അല്ലെങ്കിൽ നല്ലൊരു ഹെയർ കണ്ടീഷനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് പാർലറിലൊക്കെ പോയി ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അവിടെ നമുക്ക് സ്പ്ലിറ്റൻസിലുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മോയ്സ്ചർ കണ്ടന്റ് ഉള്ള നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ബനാന, എഗ്, കേട് ഇത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഹൊഹോബോ ഓയില്, ആൽമണ്ട് ഓയില്, ഇത്തരം ഓയിൽസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഹെയർ പാക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് വീക്ക്ലിയോ ഒക്കെ 2 times ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി റെഗുലർലി ആയിട്ട് അതുപോലെ തന്നെ ഷാംപൂ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അല്ലെ. ഷാംപൂ നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യണം. അങ്ങനെയുള്ളവര് മാക്സിമം നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൂടാതെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടീഷണർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ മടി വിചാരിച്ച് ഒരിക്കലും കണ്ടീഷനിങ് ചെയ്യാണ്ട് നിൽക്കരുത്. സ്പ്ലിറ്റൻസ് കൂടാന്നല്ലാണ്ട് കുറയാൻ വേണ്ടിയിട്ട് അത് ഒട്ടും നമുക്ക് ഹെൽപ്പ് ചെയ്യില്ല. സോ മാക്സിമം നിങ്ങൾ നല്ലൊരു കണ്ടീഷണറും കൂടെ യൂസ് ചെയ്യുക. കണ്ടീഷനിങ് ആയിട്ടുള്ള ഇത് തരുന്ന ഒരുപാട് നമ്മുടെ ഹോം റെമഡീസ്, ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ബനാന വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എഗ് വെച്ചിട്ടുള്ളതൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുത്താൽ ഈ സ്പ്ലിറ്റൻസ് നന്നായിട്ട് മാറും കേട്ടോ. അതുപോലെ തന്നെ അലോവേര നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ അലോവേര നിങ്ങൾക്ക് ഹെയറിന്റെ ടിപ്പിൽ അലോവേര ജെൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലോവേര അതുപോലെ സ്പ്ലിറ്റൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വന്നിട്ട് ഒരുപാട് കയറി ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്പ്ലിറ്റൻസ് ഭയങ്കര വലുതായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹെയർ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതല്ലാണ്ട് നിങ്ങൾ നന്നായിട്ട് സ്പ്ലിറ്റ് ആയി പോയ ഹെയർ ഒരിക്കലും നമുക്ക് എന്ത് ട്രീറ്റ്മെന്റ് എടുത്താലും അത് കൂട്ടി ഒട്ടിച്ച് വെക്കാൻ എന്തായാലും പറ്റില്ല. സോ നിങ്ങൾ ട്രിം ചെയ്ത് കൊടുക്കുക, മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇനി അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുന്നത് ആർക്കായാലും നമ്മുടെ ഹെയറിന് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ട്രിം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞി വി പോലെയൊക്കെ വന്ന് തുടങ്ങുമ്പോഴത്തേന് നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തിട്ട് ഇത്തരം പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഹെയർ കെയർ ചെയ്ത് കൊണ്ടുപോവാം, സ്പ്ലിറ്റൻസ് വരാണ്ട് നോക്കാം കേട്ടോ. പിന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ കുഞ്ഞി കോമ്പ് വെച്ചിട്ട് കുഞ്ഞി അകന്നല്ലാണ്ട് അടുത്തടുത്തിരിക്കുന്ന പല്ല് വെച്ചിട്ടുള്ള കോമ്പ് വെച്ചിട്ട് നനഞ്ഞ മുടിയൊക്കെ നമ്മൾ നന്നായിട്ട്
ചീകി കൊടുക്കാറുണ്ട്. ആ ഒരു പരിപാടി നിർത്തുക എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ആണ് കേട്ടോ. കാരണം നമ്മൾ മുടി അവിടെ നിന്നൊക്കെ പൊട്ടി പൊട്ടി പോയിട്ട് അതൊരു കറക്റ്റ് ഷേപ്പിലായിരിക്കില്ല പൊട്ടി പോവുക. അപ്പൊ ആ ഒരു പൊട്ടലിലും നമ്മളെ സ്പ്ലിറ്റൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെയുള്ളതാണ് നമുക്കൊരു പരിപാടി ഉണ്ടായിരിക്കും, മുടി നന്നായിട്ട് ഇങ്ങനെ തോർത്ത് ടവൽ നീ വെച്ചിട്ട് ഇങ്ങനെ തല്ലി 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 നമ്മൾ ഉണക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. അത് ബിഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അത് ആരെയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തിക്കോളുക. പണ്ട് ഞാനൊക്കെ ചെയ്തിരുന്ന ഒരു പ്രോബ്ലം ആണത്. അപ്പൊ നനഞ്ഞ മുടി ഒരിക്കലും നമ്മൾ തല്ലിയിട്ട് ഇങ്ങനെ ഉണക്കാണ്ടിരിക്കുക, അതുപോലെ നന്നായിട്ട് ഇങ്ങനെ ഉരസി റബ്ബ് ചെയ്യാണ്ടിരിക്കുക, അത്തരം കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറയേണ്ട പോയിന്റ്സ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ നല്ലൊരു ഹെയർ മാസ്ക് നിങ്ങൾ വാങ്ങിക്കണമെന്നില്ല, നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ബനാനയും ഹണി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നന്നായിട്ടൊരു റിസൾട്ട് കിട്ടും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ തുടക്കത്തിൽ തന്നെ കുഞ്ഞി വി പോലൊക്കെ വരുന്ന ടൈമിൽ തന്നെ നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തിട്ട് നമ്മളെ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ. നിങ്ങൾ ട്രിം ചെയ്യാണ്ട് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് വലുതായി നമ്മൾ ഒരുപാട് കയറ്റി മുടി വെട്ടി കൊടുക്കേണ്ട അവസ്ഥയിൽ വരും. സോ നിങ്ങൾ ട്രിം ചെയ്ത് നോക്കുക കേട്ടോ. ബാക്കി നിങ്ങൾ ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളും കൂടെ ടിപ്സും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു പ്രോബ്ലം നേരിടുന്ന നിങ്ങൾ ഫ്രണ്ട്സിനോ കസിൻസിനോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.